ഹലോ, ഞാൻ സുനി സജി, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോട്ര, ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയും നിങ്ങളുടെ കുടുംബങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുമ്പരാൻ നിറയ്ക്കട്ടെ. ദീർഘായുസ് പൂർണ്ണ ആരോഗ്യം തന്ന് അനുഗ്രഹിക്കട്ടെ. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു. ഇതെല്ലാ ജാതിക്കും വേണ്ടിയാട്ടോ. എൻ്റെ ഉണ്ണിക്കുട്ടൻ പറഞ്ഞ പോലെ എൻ്റെ മൂത്താൻ പറഞ്ഞ അമ്മ ഇങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനി മാത്രം നമ്മുടെ കടയിൽ കയറുള്ളൂ. ക്രിസ്ത്യാനിയുടെ ദൈവത്തിൻ്റെ കാര്യവും മതത്തിൻ്റെ കാര്യവും ഞാൻ പറയണില്ല. കാരണം ഞാൻ ക്രിസ്തു മതത്തിൽ ജനിച്ചിട്ട് ഈ ഇന്നാളെ യേശു എന്നാന്ന് അറിഞ്ഞു തുടങ്ങി. യേശു എന്നാന്ന് അറിയുന്നവനാണ് ക്രിസ്ത്യാനി. അല്ലാണ്ട് പണ്ട് സുരേഷ് ഗോപി ഒരു സിനിമയെ പറഞ്ഞ പോലെ ഇന്ത്യയിലാകെ 3 ക്രിസ്ത്യാനി, യഥാർത്ഥ ക്രിസ്ത്യാനിയുള്ളൂ. മഹാത്മാഗാന്ധി, വിവേകാനന്ദ സ്വാമി, ശ്രീനാരായണ ഗുരു. അവരാണ് യേശുവിനെ ഫോളോ ചെയ്ത വചനം പാലിച്ചത്. അത് തന്നെയാട്ടോ ഞാനിന്ന് വായിക്കണത്. അല്ലാണ്ട് ഒരു മതത്തിൽ കയറി ഒരു മതഭ്രാന്തം മതം വളർത്തുന്ന ഒന്നും ഒരു കാര്യമില്ല. മതം നല്ലതാണ്. എന്തിനാന്നോട്ടെ, എല്ലാ മതവും ചിട്ടയോടുകൂടി നല്ല വചന പറയണേ. അതനുസരിക്കുമ്പോൾ നമുക്ക് വചനം അനുസരിക്കണം. അവർ പറയണ വചനങ്ങളനുസരിക്കണ്ടേ. അപ്പം യേശു പറഞ്ഞ വചനം അനുസരിച്ചിട്ടേ കാര്യമുള്ളൂ. അല്ലാണ്ട് യേശുവേ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഒരു കാര്യവുമില്ല. ഇവിടെ പറയുക ഭയങ്കര പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട മത്തായി 5:4 അല്ല മത്തായി 7:21 പറയുക, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവരുമല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അല്ലാണ്ട് യേശുവേ യേശുവേ എന്ന് വിളിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ യേശുവിൻ്റെ വചനം പ്രമാണിക്കണം. അതിന് ചില പാടാണ്. ഇന്ന് ഞാൻ രാവിലെ വായിച്ചത്, എന്നോട് ദൈവം ഇടപെട്ടത്, പ്രതിയോഗിയോട് പോലും തർക്കിച്ച് ബഹളം ഉണ്ടാക്കാണ്ട് അവനുമായിട്ട് രമ്യതയിൽ പോയി അതൊക്കെ പ്രശ്നങ്ങൾ മാറ്റുക എന്നുള്ളതാണ്. നമുക്ക് ഇങ്ങനെ ശത്രുവും വേണ്ട, പ്രതിയോഗികളും വേണ്ട. നമ്മളങ്ങനെ അവരുമായിട്ട് അങ്ങനെ അന്യായം ഇതൊക്കെ ഒഴിവാക്കുക. നമ്മുടെ മനസ്സിനത് വലിയ പ്രശ്നം. നമ്മുടെ സാമ്പത്തിക നില തകരും, ആരോഗ്യ നില തകരും. എന്നാ ശത്രു എത്ര നേരത്തേക്കുണ്ട്. ഇതൊക്കെ മാറ്റിക്കളയുക. യേശു എന്നാന്ന് ചെയ്യട്ടെ. നമ്മൾ ഒന്നിനെക്കുറിച്ച് ആവലാതിപ്പെടാണ്ട് യേശുമ്പരാനോട് സകലതും പറയുക. സമാധാനത്തിൻ്റെ യേശുവോ വേഗത്തിൽ പിശാചിനെ കാലിൻ്റെ ചുവട്ടിലിട്ട് ചവിട്ടി മതിക്കും. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോ. ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ സാരിയുടെ ഒത്തിരി വെറൈറ്റി ഉണ്ട് കേട്ടോ. ഒരെണ്ണം പോലും മിസ്സാക്കരുതേ. നമ്മൾ ഈ ക്രഷ്ഡ് സിൽക്കിൻ്റെ ഇതിൻ്റെ റണ്ണിങ് മെറ്റീരിയൽ കാണിച്ചപ്പോൾ എന്ത് ഇടിയായിരുന്നു എന്നറിയാവോ. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഒന്നാന്തര സാരി ഇരിക്കണം. അതപ്പടി മുറിഞ്ഞു പോയി. എന്നാൽ സോഫ്റ്റ് എന്ന് പറയുക, എന്നാ മറ്റേ ക്രഷ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം. നമുക്കിത് ഓണത്തിന് ഇടാം, കല്യാണത്തിന് കൊടുക്കാം. ഇത് സാരിയായിട്ട് മേടിക്കുമ്പോൾ ലാഭം ഞാൻ കണക്കൂട്ടി നോക്കി. മറ്റേ 399 മീറ്ററിന്. അപ്പോൾ 6 മീറ്റർ തന്നെ മേടിച്ച 6×4 2500 രൂപ പറഞ്ഞു. ഇത് ഈ വിലയ്ക്ക് കിട്ടിയില്ലേ. അപ്പോൾ ഞാൻ ചാടിയെടുത്തു ബ്ലൗസ് പീസ്. ഇത് അടിപൊളി സാരി ആട്ടോ. ഇപ്പോഴത്തെ ഭയങ്കര ക്രഷ്ഡ് സിൽക്കിൽ ഒറിജിനൽ കാഞ്ചീപുരമൊക്കെ എന്നാ വിലയാണെന്നറിയാവോ. ഈ ക്രഷ്ഡിൽ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാനാണ്. ഇതിപ്പോൾ തന്നെ തീരുവിട്ടണം. നമ്മൾ ആദ്യമായിട്ട് കാണിക്കണ ഇത് കംപ്ലീറ്റ് വെബ്സൈറ്റിൽ പോകും. ചാടി പെട്ടെന്ന് വെബ്സൈറ്റിലെടുത്തോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ പോലെ അറിയാൻ പാടാത്തവരാണെങ്കിൽ വാട്സപ്പിൽ ഫോട്ടോ ഇട്ട് കൊടുത്ത് 10 മണി മുതൽ 6 മണി വരെ വാട്സപ്പ് കോൾ വിളിക്കുക. എൻ്റെ ഫോണിൽ ഇട്ട് ഇടരുത് കേട്ടോ. ഞാൻ നേരം വെളുത്ത് എഴുന്നേറ്റ് ഇവിടെ അടിഞ്ഞൊരുങ്ങി വരുമ്പോൾ 11 മണിയാകും. അപ്പോൾ അതാണ് പ്രശ്നം. നമ്മുടെ തന്നെ എല്ലാ സാധനവും കൊടുത്തു കഴിഞ്ഞു. പിന്നെ ഈ പെണ്ണുങ്ങളൊന്നും എനിക്ക് തരില്ല. എനിക്കാന്ന് പറഞ്ഞാൽ പോലും തരില്ല. പൈസ ഒന്നും പറയും. പിന്നെ എന്ത് ചെയ്യും. അത് കാരണം പെട്ടെന്ന് എടുത്തോ. ഇതൊരു പിങ്കിൻ്റെ ഷെയ്ഡ്. ഇതിൻ്റെ ഷെയ്ഡ് ഏതാന്നൊക്കെ നോക്കിയാൽ ഈ പേര് നോക്കിയാലേ അറിയാവുള്ളൂ. ഒരു മൾട്ടി കളറാലോ. നല്ലതാട്ടോ ഫങ്ഷൻ വെയറിനാണ്. ഒത്തിരി വെറൈറ്റിയാണ്. നമുക്ക് ഫങ്ഷന്, കല്യാണത്തിന് ബനാറസ് സാരി. അല്ല ഇപ്പോഴത്തെ ട്രെൻഡ് ഈ ക്രഷ്ഡ് സിൽക്കിൽ ബനാറസും കട്ട് വർക്കും ഒക്കെ ഭയങ്കര ഇപ്പോഴത്തെ ഏറ്റവും വില കൂടിയ കാഞ്ചീപുരത്തിൻ്റെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റുകളാണ് ഇതൊക്കെ. ഗ്രീൻ്റെ ബ്ലൗസാട്ടോ ഈ ചാടി വരുന്ന സംഭവം. 1990 ഉള്ളൂ വില. ഇത് ലാഭമാണ്. നമുക്ക് സാരി ആയിട്ട് കിട്ടുമ്പോൾ ഇതാണ് ഏറ്റവും ലാഭം. നമുക്കിനി അരി കടിക്കണ്ട, ഇത് വെക്കണ്ട. അതേ മുന്താണിയാലും ഇങ്ങനെ ചെറിയ വർക്കൊക്കെ വരില്ലേ സാരി ആകുമ്പോൾ. മറ്റേ ഇങ്ങനെ പ്ലെയിൻ വരുമല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഇങ്ങനെ ഗുണോടെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് എടുത്തോ. ഇതൊക്കെ പെട്ടെന്ന് എടുത്തു. ഇതൊക്കെ ഇങ്ങനെ ഒത്തിരി വെറൈറ്റി തുടങ്ങിയിട്ടുണ്ട്. കല്യാണങ്ങൾ ഓഗസ്റ്റ് മുതൽ കല്യാണം വരുമല്ലേ. ഇപ്പോൾ എടുത്തു.
ഇപ്പം ഇതെല്ലാം ഓണത്തിൻ്റെയും കല്യാണത്തിൻ്റെയും സംഭവം ഒരു പർച്ചേസ് കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് ഈ കർക്കിടക മാസം ഇങ്ങനെയാണ് ഏറ്റവും നല്ല സംഭവം കിട്ടണം. ഓണത്തിൻ്റെ പർച്ചേസിങ്ങിന് ആദ്യമേ ഉത്സാഹിച്ച് എല്ലാവരും പോകും. ഇനി ഇത് ഞാൻ എടുക്കാറില്ലേ ബനാറസിൻ്റെ സാരി. ആ സാരികൾ സൂപ്പർ സാരികൾ കേട്ടോ. നിങ്ങൾ ഇത് തന്നെ ഇങ്ങനെ വലിയ കടകളിൽ ചെന്നിട്ട് കാഞ്ചീപുരത്തിൽ നോക്കണേ. ഇതും അതുമായിട്ട് വല്ല ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കണേ. 15,000 രൂപ ഇതിൻ്റെ അല്ല, അതിന് വില. ഇതിന് എത്രയാണ്? 2090 കേട്ടോ. ഇതിൻ്റെ പല വിലയുടെ നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ, അല്ലേ? നമ്മൾ 999 വരെ ഏതാണ്ട് കാണിച്ചു തോന്നുന്നു, അങ്ങനെ വില കുറഞ്ഞ വരെ കാണിച്ചു. അപ്പം ഇത് സൂപ്പർ സംഭവം എന്ന് വെച്ചാൽ ബ്ലാക്കിൽ റെഡ്. എൻ്റെ അമ്മ എന്ത് ഭംഗിയ റെഡ് ബ്ലൗസ് എങ്ങനെയാ? അതെയോ? റെഡ് ബ്ലൗസ് ഇങ്ങനെ വന്നിട്ട് ബോർഡറും ആട്ടോ. കുത്തുന്നേടം പ്ലെയിൻ വരും കേട്ടോ. അതെല്ലാം എത്ര വില കൂടിയ സാരി ആയാലും ബനാറസിൽ അങ്ങനെയാണ് വന്നെ. കുത്തുന്നേടം പക്ഷെ കാണുമൊന്നുമില്ല. അടിപൊളി 2090 ഉള്ളൂ. നമുക്ക് ഫങ്ഷനൊക്കെ കൃത്യസമയത്ത് നോക്കണ്ട. ഇപ്പം ഫങ്ഷനൊക്കെ സാരി എടുക്കാൻ പയ്യെ വന്നു തുടങ്ങിയുള്ളൂ. ഹോൾസെയിലൊക്കെ വന്നു തുടങ്ങിയുള്ളൂ ഡീലർമാരുടെ കയ്യിലൊക്കെ. അപ്പോൾ ഇത് റെഡും ബ്ലാക്കും കോൺട്രാസ്റ്റിൽ അടിപൊളിയല്ലേ? എൻ്റെ അമ്മ എന്ത് ഭംഗിയാണ്. ഇപ്പം ഈ ഫോറിൻകാർ NRI അവർ കാഞ്ചീപുരം വില കൂടിയത് എടുത്തെടുത്ത് അവരെല്ലാം ഇത് എടുത്തുകൊണ്ട് പോകണം എന്തെങ്കിലും ഫങ്ഷനൊക്കെ കൊടുക്കാനൊക്കെ. അപ്പോൾ നമ്മളിതാ പെട്ടെന്ന് ഇങ്ങനത്തെ സാധനങ്ങൾ പെട്ടെന്ന് എല്ലാവരും അവിടെയൊക്കെ ചെന്നിട്ട് ഇത് കാഞ്ചീപുരമാണോ ഇതാണോ നമ്മുടെ നാട്ടിലെ പോലെ വിലയും ചോദിച്ചുകൊണ്ട് നടക്കുമല്ലോ ആരും. ഇത് റോയൽ ബ്ലൂ ആട്ടോ. റോയൽ ബ്ലൂവും റെഡും എനിക്ക് വലിയ ഇഷ്ടമാട്ടോ ബനാറസ്. എനിക്കിപ്പോൾ എത്ര 5 കളർ ഏതാണ്ടുണ്ട്. അന്നേരം ഇങ്ങനെ കളർഫുള്ളല്ലായിരുന്നു. ആ ബേജ് കളർ കണ്ടപ്പോൾ പൗലോ കുഞ്ഞിൻ്റെ മാമോദീസയ്ക്ക് 4 എടുത്ത. അപ്പോൾ പൗലോ കുഞ്ഞിന് 2 ദിവസമായി. എന്നിട്ട് ഡൈ ചെയ്തായിരുന്നു തോന്നുന്നു. ഡൈ എത്ര പ്രാവശ്യം ചെയ്താലും ഒരു കറക്റ്റ് ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന കളർ തന്നെ. അപ്പോൾ ഇത് അടിപൊളി കളേഴ്സിൽ. പക്ഷേ ആ ഡൈ ചെയ്യുമ്പോൾ ഇങ്ങനെ വരില്ല കേട്ടോ. ആ ബോർഡറിന് ആ കളറാണ്. ഇതുപോലെ പച്ച ഇങ്ങനെയൊന്നും കോൺട്രാസ്റ്റ് വരില്ലേ, ഇത്രയും ഗ്ലാമറി വരില്ല നമ്മൾ ഡൈ ചെയ്താൽ. അതിന് 5000 സാരിക്ക് തന്നെ ഡൈയുടെ കൂടി നല്ല കാശാവും. പക്ഷെ ഇങ്ങനെ ഇവിടെ പച്ചയൊന്നും വരില്ല, ആ കളർ തന്നെയായിട്ട് എനിക്ക് തോന്നും. ആ ബോർഡറിൻ്റെ കളർ ഇത് രസമല്ലേ, മഞ്ഞയും പച്ചയും. ഈ പച്ച ബ്ലൗസ് പീസ് പ്ലെയിൻ അരികത്ത് ജെറി വർക്ക് 2090 ഉള്ളൂ. അടിപൊളി സാരികളാട്ടോ ഇന്ന്. എൻ്റെ അമ്മേ ഇത് നോക്കി, ഇത് ഭംഗിയുള്ള സാരികളെ നോക്കി. ഭംഗിയില്ലേ? സൂപ്പർ ഹിറ്റ്. പച്ചാമഞ്ഞ അടിപൊളിയല്ലേ? അടിപൊളി, സൂപ്പർ. ഡയാനയോട് പറഞ്ഞു ഇത് ഉടുത്ത് കാണിച്ചാൽ. ഞാൻ പറയുന്നത് ആരെക്കണ്ടല്ലേ ഉടുത്ത് കാണിച്ചാൽ മതി. അപ്പോൾ ഈ പെണ്ണുങ്ങൾക്ക് പറ്റൂല, ഞാൻ തന്നെ മേത്ത് വെച്ച് കാണിക്കും. ഇവിടെ കസ്റ്റമറിന് എന്തെടുക്കുമ്പോഴും ഞാൻ ഒന്ന് വെച്ച് കാണിച്ചാലേ സമാധാനമുള്ളൂ എന്നാണ് എവളുമാർ പറഞ്ഞത്. ഞാൻ സ്നേഹത്തിന് യേശുപ്രാൻ മാനിക്കട്ടെ. ഗ്രീനും മെറൂണും സൂപ്പർ സംഭവം കേട്ടോ. എൻ്റെ അമ്മ ഈ സാരി ഒരു മുതൽക്കൂട്ട് തന്നെയാണ് കേട്ടോ. അടിപൊളി സാരിയാണ്, പെട്ടെന്ന് എടുത്തോ. ഇന്നത്തെ സാരി എല്ലാം സൂപ്പർ ഹിറ്റാണ്. ഇതിനെന്താ പ്രത്യേകത? കട്ട് വർക്കിൻ്റെ ഫുൾക്കാരിയിലെ കട്ട് വർക്ക്. ഇതിൽ വിലയില്ല കേട്ടോ. ഫുൾ ബോർഡർ ഈ കട്ട് വർക്ക് ആട്ടോ. അതെ ഒറിജിനൽ കട്ട് വർക്കിനെ വെല്ലണ കട്ട് വർക്ക് 1790 ഉള്ളേ. എവിടെ? ബ്ലൗസിൽ കട്ട് വർക്കൊന്നുമില്ല 2 വശത്ത്. ബ്ലൗസിൽ കട്ട് വർക്ക് ഇല്ല കേട്ടോ. ബോർഡറിൽ മൊത്തം കട്ട് വർക്കുണ്ട്. 1790 ഉള്ളേ. നല്ല സാരി കേട്ടോ. 1790 സൂപ്പറാണ്.
ബേജ് കളറാകുമ്പോൾ നമുക്ക് മാമോദീസ, കയറി താമസം, കല്യാണങ്ങൾ, നമ്മുടെ അംബാനി കല്യാണം ആദ്യത്തെ പരിപാടി എപ്പോഴും ബേജ് കളറിലല്ലായിരുന്നു. അതോടുകൂടി വെള്ളയും ബേജും. ഒരിടയ്ക്ക് റെഡ് നമ്മുടെ പുള്ളിക്കാരി നയൻതാര, ഞാൻ നയൻതാര റെഡ് എന്നായിരുന്നു റെഡിന് പേരിട്ട്. ഇതുപോലെ ഇതിന് അംബാനി ബേജ് എന്ന് പേരിടാം. ആ കല്യാണം കഴിഞ്ഞ പിന്നെ എല്ലാവരും ബേജാണ്. ഓരോ തവണ മജന്തിയൊക്കെ ഇട്ടിട്ട് എന്ത് രസമല്ലേ നീത അംബാനി അല്ലേ. മജന്ത എൻ്റെ ഫേവറേറ്റ് കളറൊക്കെ പുള്ളിക്കാരി ഇടുന്നുണ്ട്. മജന്ത പ്രാന്തി ഞാൻ മജന്ത നീല് നല്ല കളർ കേട്ടോ, നല്ല ഒനിയൻ കളറ്, നല്ല കട്ട് വർക്കിൻ്റെ ഇതും സൂപ്പർ സാരി കേട്ടോ. 1790 ഉള്ളൂ. അടിപൊളി സാരികളാണ്. നിങ്ങളിന്ന് കാണിക്കണ ഒരു സാരിയും മിസ്സാക്കണ്ട. സൂപ്പർ സംഭവങ്ങളെല്ലാം. നല്ല കളർ ചാർട്ടല്ലേ, പെട്ടെന്ന് എടുത്തു. അത് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആയിട്ട് വനാരും മറക്കരുത് കേട്ടോ. എന്തോരം ലൈറ്റ് വെയിറ്റാണ് വന്നേക്കണമെന്നറിയാം. കഴിഞ്ഞ ദിവസം പർച്ചേസിങ്ങിനെ പോയേക്കുമായിരുന്നു. സാധനം എത്തി തുടങ്ങി വീഡിയോയ്ക്കുള്ള. ഇപ്പം വീഡിയോയ്ക്ക് എന്തെടുക്കണം അവിടെ ഇവിടെ അതെ. അത് കാരണം നിങ്ങൾക്ക് ഒത്തിരി വെറൈറ്റി കിട്ടും. മറ്റേ നമ്മൾ സാധാരണ അങ്ങനെ എടുക്കുമ്പോൾ എന്തേലും കിട്ടണമെന്ന് എടുക്കണോ കൊണ്ടുവന്ന് കാണിക്കണം. ഇതിപ്പോൾ വീഡിയോ ഒന്നും പിടിക്കാനല്ല, ഇത് മാത്രം ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും ചിന്ത എന്ത് വീഡിയോ ഇടും. ചുമ്മാ എന്തേലും ഇട്ടാൽ വീഡിയോ ഓടുമോ? പുതിയത് അതിമനോഹരമായിട്ടാലേ വീഡിയോ ഓടുകയുള്ളൂ. അപ്പം നമ്മുടെ കടയിൽ വന്ന ഒരു ഗുണമുണ്ട്. ഈ കളർ ഇത് തന്നെ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ ചോദിച്ചു വന്നാൽ കിട്ടില്ല. പക്ഷെ അടുത്ത വീഡിയോയ്ക്കുള്ളത് കാണിച്ചു തരാം. ചിലത് പറയും അവിടെ ചെല്ലുമ്പോൾ ഒന്നും കിട്ടില്ല, അപ്പോൾ ഓൺലൈൻകാർക്ക് കൊടുക്കുക. നിങ്ങൾ ഓൺലൈനിൽ എടുക്കുക. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ വാട്സപ്പിൽ ഇട്ടാൽ പോരെ. നിങ്ങളൊക്കെ ഗൂഗിൾ പേ അല്ലെങ്കിൽ പിള്ളേരെ കൊണ്ട് ചെയ്യിക്കാമല്ലോ. അല്ലെങ്കിൽ ഇവിടെ അന്ന് വന്നാൽ കിട്ടും, അല്ലെങ്കിൽ റീസ്റ്റോക്ക് വരുത്തി തരും. നമ്മൾക്ക് വേണ്ടതെല്ലാം നിങ്ങളെ പിള്ളേരെ കോൺടാക്ട് ചെയ്ത് റീസ്റ്റോക്ക് പറഞ്ഞാൽ മതി, റീസ്റ്റോക്ക് വരുത്തി തരും കേട്ടോ. എന്തോ ഒരു സാധനം അങ്ങനെ റീസ്റ്റോക്ക് വരുത്തണേ. കസ്റ്റമർ പറയണ മിക്ക സാധനം എനിക്ക് അപ്പടിയും കൂടെ ഇനി എടുക്കുമ്പോൾ ഇത് നമ്മുടെ ക്രിസ്പി സിൽക്കിൽ നമ്മൾ കാണിച്ചതാണ്. അതിൻ്റെ കുറച്ച് റീസ്റ്റോക്ക് കിട്ടിയതാട്ടോ. 1790 അല്ലേ, കാണാണ്ട വില അറിയാം. അടിപൊളി സാരികളാണ് ഇന്നെല്ലാം. ഒരു വലിയ വില, അത് വലിയ വിലയൊന്നുമല്ല. 1000-നും 2000-നും ഇടയ്ക്കുള്ള സാരി എല്ലാവരും ചോദിച്ചു വരാം. അപ്പോൾ തീരെ മോശം സാരി ഇപ്പം എല്ലാവരും അത്യാവശ്യം ഇച്ചിരി നല്ലതൊക്കെ അല്ലേ ഇടുന്നതും പറക്കണതും ഒക്കെ. ഇത് കണ്ടോ, ടൈ ആൻഡ് ഡൈയുടെ ഉള്ള ബോർഡർ അതുപോലെ തന്നെ 1790. നല്ല രസമാണ്, നല്ല സാരി ശരിക്കും കാണാമല്ലോ അല്ലേ. ബ്ലൗസ് പീസ് ഇത് നല്ല സാരികളാണ്. 1790. സാരിയുടെ സെലക്ഷൻ എന്നാ പാടാന്നറിയാമോ എൻ്റെ ദൈവമേ. ചുരിദാറിന് എനിക്കിതുപോലെ തലവേദനയില്ല. ഉയ്യോ, ഏതായാലും യേശുവിൻ്റെ കൃപയാ കിട്ടണതും വിജയിക്കുന്നതും ഉള്ളേ. എല്ലാവരും പറഞ്ഞു യേശുവിൻ്റെ കൃപയാൽ നമുക്ക് സ്വർണ്ണക്കടയിൽ ആദ്യമായിട്ട് നമ്മൾ സ്വർണം ഒന്നും അറിയാൻ പാടാണ്ട് സ്വർണ്ണക്കട തുടങ്ങി. എല്ലാവർക്കടെയും 10-15-20 വർഷമായ സ്വർണ്ണക്കടകളല്ലേ. അത് വെച്ച് നമുക്ക് നല്ല സെയിലുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. യേശുവിൻ്റെ കൃപ എന്തുകൊണ്ടാന്ന് പറയട്ടെ, നിങ്ങളെപ്പോലെ ദൈവം അനുഗ്രഹിച്ച ദൈവജനത്തിനെയും കൊണ്ട് എന്നെ സഹായിച്ചിട്ടാണ്. അപ്പടി രേവതി വെഡിങ് കളക്ഷനിലെ ആൾക്കാർ ദൂരം പേരാ വന്നതും വീഡിയോ കണ്ട് ഇങ്ങനെ എന്നെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ലാണ്ട് ഇത് കൂട്ട സ്കീമിൽ ചേർന്നവർ വീഡിയോ ഇങ്ങനെ ഒത്തിരി. ഈ രേവതി വെഡിങ് കളക്ഷനിൽ സ്നേഹമുള്ള മനുഷ്യനെ കൊണ്ടാട്ടോ ആദ്യമായിട്ട് നമുക്കടെ ഓൺലൈനിൽ സ്വർണ്ണം എടുത്തത് നമ്മുടെ രേവതി വെഡിങ് കളക്ഷനിലെ ആശക്കുട്ടിയാണ്. അയ്യോ, ദുബായിലല്ലേ ആശ? ദുബായിലിരുന്ന ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കൊറിയറെ ഇങ്ങനെ ഓൺലൈൻ അയച്ചത് ആദ്യം നമ്മുടെ ആശയാണ്. യേശുപുരാൻ അതിനെയൊക്കെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമുക്കൊരു ധൈര്യവും സ്വർണ്ണം ഓൺലൈനിൽ പോകും എന്നുള്ള ഇതും ഒക്കെ ഇങ്ങനെ. പിന്നെ ഒത്തിരി പേര് ഓൺലൈനിൽ ഇങ്ങനെ ഒത്തിരി, അതൊക്കെ മഹാ അത്ഭുതം കേട്ടോ. യേശുപ്പാ സ്തോത്രം. തുടങ്ങിയവരാരും ഇപ്പോൾ ഓൺലൈനൊന്നും ചെയ്യണില്ലെന്ന് പറഞ്ഞ സ്വർണ്ണം ഞങ്ങൾ അന്വേഷിച്ചത് കുറേ പേരേ ഉള്ളൂ. പക്ഷേ യേശുവിൻ്റെ കൃപയാണ് നമുക്ക് ഇന്നും ഓൺലൈൻ കച്ചവടമൊക്കെ ഒത്തിരി ഉണ്ട്. അതുകൂടാണ്ട് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ മനോഹരമായ 2 സ്കീമുണ്ട്. എൻ്റെ മൊബൈൽ നമ്പറിൽ 9447575564 കോണ്ടാക്റ്റ് ചെയ്യുക.
അല്ലെങ്കിൽ ആ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒന്ന് കയറി കാണുക, എന്നിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ എൻക്വയറി നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. അപ്പോൾ വിവരങ്ങളൊക്കെ പറയാം. നമുക്ക് സ്കീം എപ്പോഴും വെക്കണത് ഇങ്ങനെ കസ്റ്റമറിന് ഭയങ്കര ബെനിഫിറ്റാണ്. നമ്മൾ എന്നായാലും അല്ലെങ്കിൽ നമ്മളിങ്ങനെ എടുക്കൂല സ്വർണ്ണം. ഒരു സ്കീമിൽ കൂടി ഇച്ചിരി സ്വർണ്ണം എടുക്കും. പിന്നെ അത്രയും ഓഫർ എനിക്ക് ചെയ്യാവുന്ന ന്യായമായ ഓഫർ എന്ന് വെച്ചാൽ എങ്ങനെ ഞാൻ പണിക്കൂലിയൊക്കെ നന്നായിട്ട് കൊടുത്തിട്ട് എടുത്തേക്കണ സാധനങ്ങളാണ്. ഈ പണിക്കൂലിയൊക്കെ കുറച്ച് കിട്ടണത് എനിക്കെടുക്കാൻ പറ്റൂല, എൻ്റെ ഇവിടുത്തെ കസ്റ്റമേഴ്സും എടുക്കൂല. ഈ പഴയ ഈ കേരളായിട്ടൊക്കെ അത് കുറച്ച് മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചോദിച്ചു വരുന്നത് 18 ക്യാരറ്റും എല്ലാം ഇമ്പോർട്ടഡ് ആയിട്ടാണ്. എല്ലാം ലൈറ്റ് വെയ്റ്റിൻ്റെ എല്ലാം അതിമനോഹരമായതിനൊക്കെ നല്ല പണിക്കൂലി കൊടുക്കണം, അല്ലാണ്ടൊന്നും കിട്ടില്ല. അങ്ങനെ അതിമനോഹരമായ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, നൈസ് സാധനങ്ങൾ. അപ്പോൾ അങ്ങനത്തെ അപ്പോൾ എനിക്ക് പറ്റണ രീതിയിൽ നല്ല സ്കീമിൽ ഓഫർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഓഫറും കിട്ടും. അപ്പോൾ എടുക്കുകയും ചെയ്യാം, സ്വർണ്ണം എടുക്കുകയും ചെയ്യാം. ഇത് കണ്ടോ ഇതിൻ്റെ കളറ്, ഞാൻ വർത്താനം പറഞ്ഞിരുന്ന കളർ നോക്കണം. എന്ത് രസാലെ, മജന്തായും എല്ലോ ഇങ്ങനെ കൂടി അടിപൊളി. 1790 അല്ലേ? ഇത് കണ്ടോ, ആഷ്. അടിപൊളി അടിപൊളി, സൂപ്പറാണ്. നല്ല കളേഴ്സാട്ടോ, പെട്ടെന്ന് എടുക്കും. ഇത് രസമുള്ള കളേഴ്സൊക്കെ അല്ലേ? ആ അതാ പറഞ്ഞ ഭയങ്കര രസം. എല്ലാം അതെ കേട്ടോ, പല പല പ്രിന്റുകളൊക്കെ ആണെന്നുള്ളു. നമുക്കിവിടെ കൊണ്ടുവന്നിട്ട് താഴെ പോലും ഒരു പീസ് വിൽക്കാൻ കിട്ടിയില്ല. അതാണ് ഇത് അന്വേഷിച്ച് വരുന്നത്. അന്നേരം ആൾക്കാർക്ക് അപ്പടി ദേഷ്യം. ഇത് അപ്പടി നിങ്ങൾ ഓൺലൈനിലാണോ കൊടുക്കണേ? പിന്നെ പെട്ടെന്ന് നമ്മളെടുത്ത് പച്ചയാട്ടോ, ഫുൾ പച്ചയാട്ടോ. അപ്പോൾ 1790 വീഡിയോ പിടിക്കാത്തതും കാണിച്ചു കൊടുക്കണ്ടേ, എപ്പോഴും കെട്ട് വരുമല്ലേ. ഇത് നിങ്ങൾ ഇന്ന് വെറൈറ്റി അല്ല, നമ്മൾ റീസ്റ്റോക്ക് ആണെങ്കിലും ഇതിന് കുറേ നാളെ നമുക്ക് കിട്ടിയിട്ടല്ലേ. അടിപൊളി മഞ്ഞയൊക്കെ എന്ത് രസമല്ലേ. ഒരു പേളിൻ്റെ മാലയോ അല്ലെങ്കിൽ റെഡിഷ് മെറൂണോ ഈ മുത്തുകളുടെ മാലയോ വളയൊക്കെ ഇട്ടാൽ സൂപ്പർ കിറ്റ്. 1299 ഉള്ളൂ. ഒരു ക്രോഷോ വർക്ക്, ഇതപ്പടി ഹാൻഡ് വർക്കാട്ടോ. അത് കൂടാണ്ട് ഉള്ളിൽ മിറർ വർക്ക്, അതേ ഇങ്ങനെ ക്രോഷോയുടെ ബ്ലൗസിൻ്റെ അരികത്ത് ലേസ് വർക്ക്, എന്തുമാത്രം ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത് ഫുള്ള് ഇങ്ങനെയാണ് കണ്ടോ. ഒരു അസറ്റാട്ടോ. ഒരു കാലത്തും ഫാഷൻ പോകില്ലേ, ഒരു കാലത്തും. 1299 ഉള്ളൂ. ഇതിൻ്റെ എല്ലാ കളറും ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നേ. നമ്മുടെ കടയിലെ കസ്റ്റമേഴ്സിൽ ഒരാൾ ഉടുത്ത് കാണിപ്പോൾ ഇത് എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അറിയാൻ പാടില്ല ഇത് ഉടുത്ത് കാണുമ്പോൾ ഇത്രയും ഭംഗിയാണ്. ഈ വശവും ലേസ് വർക്കുണ്ട്, ഈ വശവും ഹാൻഡ് വർക്കാണ്. നോക്കണം ഇത്രയും സംഭവം. അത് കോട്ടയിലേ ചില്ലറക്കാരിയാണ് ഈ വിലയ്ക്ക്. എത്ര പേരുടെ വട്ടം കറങ്ങിയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത്, എത്ര പേരുടെ കറങ്ങിയായിരിക്കും. അപ്പോൾ ഇത് ഉണ്ടാക്കിയവർക്ക് എന്നാ കിട്ടണേ അല്ലേ. ഞാനോർക്ക് ഏതൊക്കെ കരയെ കിടന്ന് ഉണ്ടാക്കിയതായിരിക്കും, എത്ര പേരുടെ കൈപ്പണി വന്നേക്കണേ. 1299 ഓരോ ഡ്രസ്സ് നമ്മുടെ കയ്യിലെത്തുമ്പോൾ അല്ലേ, ദൂരം പേരുടെ കഠിനാധ്വാനം അല്ലേ. ഈശോപ്പാ സ്തോത്രം. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അംബാനി കല്യാണം ഇന്ത്യയെ വെച്ച് നടത്തി, അതിൻ്റെ ഇത് നടത്തിയപ്പോൾ ഇന്ത്യക്കാർക്ക് അതിൻ്റെ എല്ലാം ഒത്തിരി പേരെ ഇങ്ങനെ ഒത്തിരി പേര് ചെണ്ട കൊട്ടുമ്പോൾ എല്ലാത്തിനും ആൾക്കാർക്ക് പൈസ മറിയൂലോ. എക്കണോമിക് അത് നല്ലതല്ലേ. ഇപ്പോൾ ഇറ്റലി പോയപ്പോൾ ഇറ്റലിക്കാർക്ക് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞ പോലെ പച്ച. നിങ്ങൾ ഡ്രസ്സ് എടുക്കുമ്പോൾ
ഇതിൻ്റെ നൂല് പരുത്തി നൂലിൽ നിന്ന് ഉണ്ടാക്കിയവന് വരെ അതിൻ്റെ വിഹിതം കിട്ടും കേട്ടോ. നമ്മളോർക്കൂല ഡ്രസ്സൊക്കെ എടുക്കാണ്ട് കംപ്ലീറ്റ് ഇങ്ങനെ ബാഗിലിടുന്ന മനുഷ്യരെ നല്ലത് എന്തിനാ ഡ്രസ്സ് മേടിച്ച് ദൂർത്തടിക്കണേന്ന്. അവരൊക്കെ ഒന്നും മേടിച്ചില്ലെങ്കിൽ ഈ മനുഷ്യരൊക്കെ എങ്ങനെ ജീവിക്കും, ഞങ്ങളുൾപ്പെടെ. 1299. അപ്പോൾ പൈസ ഉണ്ടാക്കുകയും ചെയ്യണം, ചിലവാക്കുകയും ചെയ്യണം എന്നല്ല കാരണം നിൻ്റെ അധ്വാനഫലം നീ ഭക്ഷിക്കും. ഞാൻ എപ്പോഴും അങ്ങനെ പറയുന്നുണ്ട്. എൻ്റെ പിശക്കൊക്കെ മാറി എനിക്ക് ലോകം അപ്പടിയും ടൂർ പോകാനുള്ളതാണ്. അവർ പറയും ഞങ്ങളും പോകുമെന്ന് പറയാം. എല്ലാവരും ഇരുന്ന് പറയും ഞങ്ങളും പോകും. എളുവാരും ഒരിടത്തും വിടൂലേ, കടയ്ക്ക് ഒതുക്കി കൊടുക്കൂല. ഞാൻ ടൂർ പോകുമെന്ന് പറഞ്ഞു പറയാം. എളുവാർക്ക് കുഞ്ഞു പ്രായമല്ല, എന്തോ ഒരു സമയമുണ്ടിനി പോകാൻ. ഞാൻ ടൂറ് പോയിട്ടുണ്ടോ? ഒരു ഞായറാഴ്ച കൂടെ കന്യാകുമാരിക്കോ? ഈ മഴക്കാലത്ത് നെല്ലിയാമ്പതിയിൽ അവരെല്ലാം കൂടെ ഞായറാഴ്ച പോവാന്ന് നെല്ലിയാമ്പതിക്ക്. ഡെയിലിയല്ലേ പോട്ടെ. നല്ല കളറല്ലേ, ചോക്ലേറ്റിൻ്റെ ലൈറ്റ് കളർ. കഴിഞ്ഞ ഞായറാഴ്ച എല്ലാ ഞായറാഴ്ചയും വെഡ്ഡിങ് കളക്ഷനും സ്വർണ്ണക്കടയുണ്ട്, ബ്യൂട്ടി പാർലർ തയ്യക്കടയും. ഞായറാഴ്ച ഇതൊരു ഓപ്പൺ ആയില്ല, എപ്പോഴും ഉറക്കും ഓപ്പൺ ആക്കിയാലോന്ന്. എന്നിട്ട് കഴിഞ്ഞ ഞായറാഴ്ച സ്വർണ്ണക്കട തുറക്കാണ്ട് അവരെല്ലാവരും മഴയായിരിക്കും ചേച്ചി തന്നു. അതുപോലെ മഴയൊക്കെ ആയിരുന്നു. എന്നാലും എനിക്ക് ടെൻഷനായിരുന്നു. ദൈവമേ, എല്ലാ ഞായറാഴ്ച നല്ല തിരക്കാം സ്വർണ്ണക്കടയിൽ. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാ ഞായറാഴ്ചയും ഉണ്ട് കേട്ടോ. ഈ ഞായറാഴ്ചയൊക്കെ സ്വർണ്ണക്കടയുണ്ട്. അപ്പോൾ ഇവിടെ വെഡ്ഡിങ് കളക്ഷനും ഉണ്ട് കേട്ടോ. നമുക്ക് ഞായറാഴ്ച 2 കടയിൽ നല്ല തിരക്കാം. ഇതിക്കടെ പോകുന്ന മനുഷ്യർ ഏതെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഈ ഓൺലൈനോടെ ചെയ്യണ കാരണേ. പിന്നെ ഞായറാഴ്ചയിലെ ജോലിക്കാർക്കൊക്കെ സൗകര്യം. പള്ളിയിലും പ്രാർത്ഥനയ്ക്കൊക്കെ പോയിട്ട് വന്നിട്ട് കയറാമല്ലോ. ഞങ്ങളുടെ മാന്തോട്ടത്തിൽ അച്ഛൻ പറയണ പോലെ ഞായറാഴ്ച വീട്ടിലിരുന്ന് ഫുഡ് ഉണ്ടാക്കരുത്. ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ് ഒക്കെ ഹോട്ടലിൽ നിന്ന് കഴിക്കണം, പള്ളിയിൽ പോകണം. ഈ വീട്ടിൽ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരും പള്ളിയിൽ പോകുമല്ലോ. കളറുകൾ നിങ്ങൾ കേട്ടാർന്നോ? ഞാൻ വാചകം അടിച്ചുകൊണ്ടിരിക്കുന്നത് മെറൂൺ. എന്ത് രസമുള്ള കളേഴ്സാ അല്ലേ? ബ്ലൗസ് സൂപ്പർ സാരി കേട്ടോ. ഇതുകൊണ്ട് ഒത്തിരി കളർ അവർ നമ്മൾ കാണാത്ത കളേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി ഫുൾക്കാരി കോട്ടയിൽ എംബ്രോയ്ഡറി 1099 രൂപയുള്ളൂ കേട്ടോ. പ്ലെയിൻ ബ്ലൗസ് അത് ചെയ്ത് ലേസ് വർക്ക് മാത്രമേ. ഫുള്ളിങ്ങനെ വർക്ക് കാണുമേ, നല്ലതല്ലേ? ഫുൾ വർക്കും അതിലെ ഡിസൈൻ 1099. 2-3 സാരി കണ്ടിട്ട് ഇട്ടിട്ട് പോകല്ലേ. നമ്മുടെ സാരി കണ്ടിട്ട് നിങ്ങൾ കടയിൽ പോയി ഒരു സാരി എടുക്കാൻ പോകില്ല. ദൂരം കഷ്ടപ്പെട്ട് ഇത്രയും സാരി വീഡിയോയിൽ കാണിക്കാൻ കിട്ടണമെന്ന് അറിയാമോ? 1099. ഇത് ഞാൻ കല്യാണത്തിനൊക്കെ ഓൺലൈൻ നോക്കണുള്ളൂ. ഇപ്പം ഞാൻ ഓൺലൈൻ കാണിച്ച് എനിക്കിപ്പോൾ ഒന്നും കടയിൽ പോയി ഇഷ്ടപ്പെടില്ല. ഓൺലൈനിൽ കുറേ നാൾ നോക്കി പുതിയ ഫാഷൻ എടുക്കാൻ നോക്കുക. എൻ്റെ അപ്പുകൂട്ടൻ്റെ കല്യാണത്തിനൊക്കെ ഓൺലൈനിലെ സാരി എടുക്കണുള്ളൂ. 1099. അടിപൊളി സംഭവം. ബ്ലൗസ് പീസ് നല്ല സാരി ആട്ടോ. എംബ്രോയ്ഡറി ഉള്ളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഫേസിൻ്റെ അവിടെ പകുതി കാണുള്ളൂ. അങ്ങനെ ഫുള്ളുണ്ട്. വില കുറവ് 1099 രൂപയല്ലേ ഉള്ളൂ. നല്ല ലുക്കില്ലേ? കോട്ടയായത് കാരണം ഫുൾക്കാരി കോട്ട ഉടുക്കാനും നല്ലതാണ്. നല്ല സോഫ്റ്റ് സാരിയാണ്. അടിപൊളി സംഭവമാണ്. 2-3 സാരിയുടെ ഉണ്ട് കേട്ടോ. ഇട്ടിട്ട് പോകുന്നത് കേട്ടോ. എല്ലാം വെറൈറ്റിയാണ്. ഈ എംബ്രോയ്ഡറി വന്നപ്പോൾ നല്ല രസം വന്നില്ലേ? 1099. ഇത് ഈ മഴക്കാലത്ത് ഒഴുക്കൻ സാരി പോലെ ഇരിക്കുന്ന സാരികളാട്ടോ. വലിയ വിലയില്ല, മഴക്കാലത്ത് ഉടുക്കാം. നമ്മളിങ്ങനെ ചേർത്ത് പൊട്ടിക്കിടക്കണം. ജോർജറ്റ് ഇഷ്ടമല്ലല്ലോ, ഭയങ്കര സോഫ്റ്റ്. പണ്ട് ഇതൊക്കെ ഇറങ്ങിയ കാലത്ത് 1099 നമ്മൾ ഓൺലൈനിൽ തോറും വിറ്റത്. ഞങ്ങളിത്
അന്ന് വന്ന് 599. അന്ന് ഇത്ര സോഫ്റ്റ് അല്ലായിരുന്നു അല്ലേ? വില കുറഞ്ഞപ്പോൾ ഒത്തിരി സോഫ്റ്റ് ആയി ഇങ്ങനെ പതുപതൂന്നായി. അതിന് കനാർന്നു. അയ്യോ എന്തുമാത്രം വിറ്റായിരുന്നു ഓൺലൈനിലേ. കൊറോണ കാലം കഴിഞ്ഞ ഉടനെ 599 രൂപയുള്ളൂ. അതിനേക്കാളും സോഫ്റ്റായി. ഇപ്പോൾ കാണിച്ചത് മുന്തിരി കളർ. ഇനി ഇത് ബിസ്ക്കറ്റ് കളർ. ബിസ്ക്കറ്റ് കളറ്, പ്ലെയിൻ ബ്ലൗസ്. അടിപൊളി സംഭവമുണ്ട്. അടിപൊളി അടിപൊളി. സൂപ്പർ ഹിറ്റാണ്. നല്ല ഗ്രീൻ ബ്ലൗസ് പീസ്. പ്ലെയിൻ വന്നിട്ട് അരികിൽ ഇങ്ങനെ ബോർഡറും വരും. മഴക്കാലത്ത് ചവിട്ടി പറിച്ച് യൂസ് ചെയ്യാം. 599 രൂപയല്ലേ ഉള്ളൂ. ഒത്തിരി ഒട്ടിക്കിടക്കുകയില്ല. കണ്ട ഒരു ഗമയുണ്ട്. എത്ര മിനിറ്റായി? എന്നാൽ ഇച്ചിരി ഉത്സാഹിച്ച് ചെയ്യാം. ഇച്ചിരി സ്പീഡ് കുറഞ്ഞുപോയി. കാണിക്കാം. 599. ഇത് കാണിക്കാനുള്ള സമയമില്ല അല്ലേ? ഞാൻ പറഞ്ഞതല്ല. ഇനി ഈ സാരി ആട്ടോ. 2 സാരി എടുത്തു വെച്ചാൽ അതെല്ലാടെ കാണിച്ചു തരില്ല. ഇത് നിങ്ങൾ എപ്പോഴും മേടിച്ചിട്ടില്ല. 160 രൂപ അല്ലേ? പണിസസ്റ്റിയുടെ സാരി. ഹാൻഡ്ലൂം ലുക്ക്. മിക്സിങ് ആട്ടോ. പക്കാ ഹാൻഡ്ലൂം അല്ല. ഒരെണ്ണം ശരിക്കും കാണിക്കാം. പിന്നെ എല്ലാം കാണിക്കില്ലേ? എന്നാൽ കളർ കാണിക്കും. എന്നാൽ അടുത്തത് കാണിക്കാം കേട്ടോ. ഒരെണ്ണം കാണിക്കുക. എല്ലാം കൂടെ കാണിച്ചുകൊണ്ടിരിക്കാൻ ഒത്തിരി കളേഴ്സ് ഉണ്ട്. ബ്ലൗസ് പീസ് കാണില്ലായിരിക്കും. 160 രൂപയുള്ളൂ. ഇതിനെന്നും ഇവിടെ കാണിച്ചാൽ അടിയ. 160 ഉള്ളൂ. എല്ലാവരും ഈ മഴക്കാലത്തൊക്കെ കൊടുക്കാനും ഈ കിട്ടുന്ന കളറൊക്കെ എടുത്തു. എല്ലാ കളറും ഒന്നൊന്നിന് മെച്ച. 160 ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് എടുത്തു. എല്ലാം നല്ല കളേഴ്സുമാണ്. ഏത് കാണിക്കണം എന്നുള്ള ചിന്ത വരും. 160 ഉള്ളൂ. എല്ലാം ഡിഫറെൻ്റ് കളറാണ്. അതാണ് പ്രശ്നം. ഈ വിലയ്ക്ക് നല്ലതാട്ടോ. എല്ലാവരും ചോദിക്കും തന്നെ ഇത്രയും വില കുറഞ്ഞ് കാണിക്കണേന്ന്. ഞാൻ വേറെ കളർ കാണിക്കും. $160. ബ്ലൂ, പിങ്ക്, അടിപൊളി അടിപൊളി. എല്ലാ കളറും ബെറ്റർ ആട്ടോ. ഏതെങ്കിലും കളർ കിട്ടുമെന്നോ? എല്ലാവരും 3, 4, 5 സ്റ്റാർട്ട് ചെയ്തെടുക്കണേ. ചുമ്മാ എടുത്തോണ്ട് നടക്കാനൊക്കെ നല്ലതല്ലേ? കോട്ടനാ. മിക്സിങ് ഉണ്ട്. മിക്സിങ് ഉള്ള കാരണം അങ്ങനെ ചുരുങ്ങി പോവില്ല. കഴുകുമ്പോഴും വലിയ പ്രോബ്ലം വരില്ലല്ലോ. ഉടുത്താലും ചൂടൊന്നുമില്ല കേട്ടോ. സുഖമാണ്. അതല്ലോ ഉടുത്തിട്ട് നല്ലതായിട്ടാണല്ലോ ഇത്രയും ഡിമാൻഡ്. സമയം 30 മിനിറ്റ് ആയോ? ആ സാരി കാണിക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ലൈക്കും സബ്സ്ക്രൈബും യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ആദ്യമായിട്ട് കാണുന്നവരെ, പിന്നെ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശുപുരം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.